നമസ്കാരം. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഭൂരിഭാഗം റിപ്പോർട്ടുകളും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കുന്നുണ്ട്. ABP സി വോട്ടർ സർവേ, അതിനോടൊപ്പം ഇന്ത്യ ടുഡേ, ടൈംസ് നൗ തുടങ്ങിയവരൊക്കെയാണ് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ച ദേശീയ മാധ്യമങ്ങൾ രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെ കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസ് പാർട്ടിയും വിവിധ പ്രതികരണങ്ങളുമായി കളം നിറയുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് പകൽ കണ്ടത്. എന്തായാലും തൃശൂരിലെ 7 നിയോജക മണ്ഡലങ്ങളിലും മത്സരം UDF-ഉം LDF-ഉം തമ്മിലായിരുന്നു എന്നാണ് UDF ആവർത്തിക്കുന്നത്. തൃശൂരിലോ നാട്ടികയിലോ BJP 2ാം സ്ഥാനത്തേക്ക് വന്നേക്കാം. കുറഞ്ഞത് 4 ലക്ഷം വോട്ടെങ്കിലും UDF-ന് ലഭിക്കും. പരമാവധി 25,000 വോട്ട് മാത്രമേ BJPക്ക് കൂടാൻ സാധ്യതയുള്ളൂ. LDF-ൽ നിന്നും ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ BJPക്ക് 2ാം സ്ഥാനത്ത് എത്താനാവൂ എന്നാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ K മുരളീധരൻ പറഞ്ഞത്. അതേസമയം എക്സിറ്റ് പോളുകാർക്ക് ഭ്രാന്താണ് എന്ന വിവാദ പരാമർശമാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. മാത്രമല്ല, ഇടതു മുന്നണി പൂർണ്ണമായും ഈ പ്രവചനങ്ങളെ തള്ളിക്കളയുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിച്ചു. BJP അക്കൗണ്ട് തുറക്കില്ലെന്നാണ് LDF UDF മുന്നണികൾ നിലവിൽ അവകാശവാദം ഉന്നയിക്കുന്നത്. അതേസമയം LDF-നോടുള്ള വോട്ട് ശതമാനത്തിൽ 2% മാത്രമേ BJPക്ക് കുറവുള്ളൂ എന്നുള്ള പ്രവചനം വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കേണ്ടതുണ്ട്. 15% നിന്നും 27%ലേക്കുള്ള BJPയുടെ കുതിച്ചുചാട്ടം അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. BJPക്ക് സാധ്യത പറഞ്ഞ എല്ലാ സീറ്റുകളിലും തങ്ങൾ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് പാർട്ടി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. LDF-ന് കേരളത്തിൽ വൻ തകർച്ചയുണ്ടാകുമെന്നുള്ള പ്രവചനത്തിനിടെ BJP നേട്ടമുണ്ടാക്കുമെന്നുള്ള പ്രവചനം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സമ്മാനിക്കുന്നത് ഇരട്ടി പ്രഹരം തന്നെയാണ്. BJP ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ആർക്കാണോ കൂടുതൽ വോട്ട് കുറയാൻ പോകുന്നത് അവർ BJP ജയിപ്പിച്ചു എന്നുള്ള ഒരു പാപഭാരം ചുമക്കേണ്ടി വരും. ഇതിനോടകം തന്നെ തൃശൂരിൽ അങ്ങനെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിന്നിരുന്നു. നമുക്കറിയാം, കരുവന്നൂർ കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ CPM വലിയ പ്രതിരോധത്തിലായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കോൺഗ്രസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാദം എന്തെന്നാൽ VS സുനിൽകുമാറിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി CPM മനഃപൂർവ്വം വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് എന്നത് തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുൻപ് തന്നെ കളം നിറഞ്ഞതാണ്. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ വന്നതോടുകൂടി ചങ്കിടിപ്പ് കൂടിയിരിക്കുന്നത് CPM-ന്റെ തന്നെയാണ്. നിലവിൽ ഈ കരുവന്നൂർ വിഷയം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാനത്ത് BJP-യും LDF-ഉം തമ്മിൽ അന്തർധാരയുണ്ട് എന്ന് UDF നേതൃത്വം നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അതേസമയം BJP ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസമാണ്, വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും 1 മുതൽ 3 സീറ്റുകൾ വരെ BJPക്ക് പ്രവചിക്കപ്പെടുമ്പോൾ അത് ഇവിടുത്തെ പ്രവർത്തകർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം ചെറുതല്ല. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് BJP ക്യാമ്പുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഏത് മണ്ഡലത്തിൽ താമര വിരിയും എന്നുള്ള വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള തൃശൂർ തന്നെയാണ്. അതേ തൃശൂരിൽ തന്നെയാണ് ഇപ്പോൾ CPM-ഉം കോൺഗ്രസും പരസ്പരം വീണ്ടും പഴിചാരാൻ തുടങ്ങിയിരിക്കുന്നത്. BJP വിജയിക്കുന്ന മണ്ഡലങ്ങളുടെ പാപഭാരം ആര് ചുമക്കേണ്ടി വരും എന്നതിന് ഏകദേശം ഉത്തരമായിട്ടുണ്ട്. ആ ഉത്തരം തന്നെയാണ് CPM-ന്റെ നേതാക്കൾ അറിഞ്ഞും അറിയാതെയും മാധ്യമങ്ങളിൽ വന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.